ഹലോ എവരിവൺ, വെൽക്കം ടു ക്രിസ്പർ ലേണിംഗ്. നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 നടന്ന ഒറിജിനൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ആൻസേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് 2017 തൊട്ട് 2025 വരെയുള്ള കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇന്ന് നമ്മൾ ബയോളജിയാണ് കവർ ചെയ്യാൻ പോകുന്നത്. അതിലെ സുവോളജി പോർഷൻ ആണ് ഞാൻ കവർ ചെയ്യുന്നത്. 2022 ഒറിജിനൽ പേപ്പർ എന്ന് ഞാൻ പറയാനുള്ള കാരണം, നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ iceradmission.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 2022 ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ സാധിക്കും അല്ലേ. ആ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഓപ്പൺ ആക്കിയാൽ അത് വെബ്സൈറ്റിൽ തൽക്കാലം ഒരു പേപ്പർ ഓപ്പൺ ആക്കി അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരു വെബ്സൈറ്റിൽ വേറെ തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ തുറന്നു നോക്കിയാൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അല്ല കാണുക. പക്ഷെ 2022 കണ്ടക്ട് ചെയ്ത പേപ്പർ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു പേപ്പറാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പറാണ്. അപ്പം നമുക്ക് എവിടെന്നാണ് ഈ പേപ്പർ കിട്ടിയതെന്ന് ചോദിച്ചാൽ, നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ എക്സാം എഴുതിയിട്ടുള്ള റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ റെസ്പോൺസ് ഷീറ്റിന്റെ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം പലപ്പോഴും ചില ആളുകൾ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നമുക്ക് ഈ ടെസ്റ്റ് എസ്പെഷ്യലി 2021 കഴിഞ്ഞാൽ പിന്നെ 2019 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. 2020 പേപ്പർ മിസ്സിംഗ് ആയിരിക്കും. അപ്പൊ നമ്മളെ 2020 പേപ്പർ ഇനി നമ്മളുടെ ടെസ്റ്റ് സീരീസിൽ നമ്മുടെ വെബ്സൈറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒഫീഷ്യൽ ഐസർ എക്സാമിൽ നിങ്ങൾ വന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ എന്ത് കാണാൻ സാധിക്കും? 2020 പേപ്പർ കാണാൻ സാധിക്കും. അപ്പം പല ആളുകളും ചോദിക്കാറുണ്ട്, നമുക്ക് എവിടെന്നാണ് ഈ പേപ്പർ കിട്ടിയത് എന്നുള്ളത്. പേപ്പർ കിട്ടിയത് എവിടെന്നും അല്ല, നമ്മളുടെ ഒരു ഐസർ കമ്മ്യൂണിറ്റി ഉണ്ട് അല്ലെ, മലയാളത്തിൽ ക്രിസ്പറിന് ഒരു ഐസർ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പം ഈ വർഷങ്ങളിൽ റിയലി എക്സാം എഴുതിയ കുട്ടികളുടെ റെസ്പോൺസ് ഷീറ്റ് നോക്കിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും എടുത്തതാണ്. നമ്മൾ ടൈപ്പ് ചെയ്ത് ക്യൂറേറ്റ് ചെയ്ത് എടുത്ത ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ഈ വെബ്സൈറ്റിൽ വരിക, വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ വെബ്സൈറ്റിൽ എവിടെയാണ് ഉള്ളത് ഇതെല്ലാം എന്ന് ചോദിക്കുന്നുണ്ട് പല കുട്ടികളും. അപ്പം നിങ്ങൾ വരേണ്ടത് CRISPRlearning.com-ലാണ്. CRISPRlearning.com നിങ്ങൾ വരുമ്പം ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ കോഴ്സസ് എടുക്കുക. കോഴ്സസിൽ നിങ്ങൾക്ക് ഇവിടെ താഴത്തെ ടെസ്റ്റ് സീരീസ് എന്ന് കാണാൻ പറ്റും. അപ്പം നമ്മളുടെ മോക്ക് ടെസ്റ്റ് ആണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ 20 മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ 20 മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഇതേപോലെ മോക്ക് ടെസ്റ്റുകൾ 20 മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതില് ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റും ഉണ്ട് ആൻഡ് പെയ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റും ഉണ്ട്. അപ്പൊ ഒഫീഷ്യൽ PYQസിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 2017 തൊട്ട് 2025 വരെയുള്ള എല്ലാ പേപ്പേഴ്സും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. അതിൽ 2017, 18, 19 ഈ ടെസ്റ്റുകളെല്ലാം ഫ്രീ ആണ്. ബാക്കിയെല്ലാം നിങ്ങൾ ലോക്ക്ഡ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അത് പെയ്ഡ് ആണ്. അതിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് 199 രൂപ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്താൽ ഇതുപോലെ നിങ്ങളുടെ പോർട്ടലില് എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ ലോഡായി വരുന്നതാണ്. ഓർക്കുക, 199 രൂപ മാത്രമേ ഉള്ളൂ. ആൻഡ് 3 എക്സാം ഫ്രീ ആയിട്ടും നമ്മൾ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 2022 2 വേർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒറിജിനൽ എന്ന് പറഞ്ഞ വേർഷൻ ഉണ്ട് ആൻഡ് വെബ്സൈറ്റ് വേർഷനും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OG 2022 ഒറിജിനൽ പേപ്പർ ആണ്. സോ ഞാനത് അറ്റംപ്റ്റ് നൗ എന്ന് കൊടുക്കുകയാണ്. അപ്പം ജനറലി നമുക്ക് ഇൻസ്ട്രക്ഷൻസ് വരുന്നു. ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പ്രൊസീഡ് എന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. In vertebrates, joints help maintain the body framework and assist in different types of movements. Choose the correct statement about the fibrous joint. ഇതാണ് പറഞ്ഞത്. ഫൈബ്രസ് ജോയിന്റിന് ബന്ധപ്പെടുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഫൈബ്രസ് ജോയിന്റിന്റെ പ്രത്യേകത എന്താ? ഫൈബ്രസ് ജോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ സ്കള്ളിന്റെ ബോൺസിന്റെ ഇടയിൽ ഉള്ള സ്യൂച്ചറിങ് ജോയിന്റ്സ് ആണ്. എന്താ സ്യൂച്ചറിങ് ജോയിന്റ്സ് എന്ന് പറഞ്ഞാല്? സ്യൂച്ചറിങ് ജോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു എന്ന് വിചാരിച്ചോ. ആൻഡ് നമ്മളെ
സ്കൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു എല്ലാന്ന് വിചാരിച്ചോ. ഈ എല്ലിന്റെ ഇടയിൽ ഇങ്ങനെ തുന്നി വെച്ചതുപോലെ ഫൈബ്രസ് ജോയിന്റ് നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഈ ജോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫൈബ്രസ് ജോയിന്റ് ആണ്. ഫൈബ്രസ് ജോയിന്റ് ആണ്. ഇവിടെ നമുക്ക് കണ്ടോ തുന്നി വെച്ചതുപോലെ ഇങ്ങനെ ഒരു പാറ്റേണിലല്ലേ നമുക്ക് ഈ ജോയിന്റ് കാണാൻ പറ്റുക. അതുകൊണ്ടാണ് ഇതിനെ സ്യൂച്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. സ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? തുന്ന്. ഓക്കെ. സോ ദിസ് ജോയിന്റ് ഫോംസ് സ്യൂച്ചേഴ്സ് ഇൻ ദ സ്കൾ ആൻഡ് അലൗസ് നോ മൂവ്മെന്റ്. ശരിയാണ്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എനിക്ക് ശരിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇറ്റ് ഈസ് എ ജോയിന്റ് ബിറ്റ്വീൻ അഡ്ജസന്റ് വെർട്ടിബ്രേ ആൻഡ് പെർമിറ്റ്സ് ലിമിറ്റഡ് മൂവ്മെന്റ്. അത് കാർട്ടിലേജിനസ് ജോയിന്റ് ആണ്, ഫൈബ്രസ് ജോയിന്റ് അല്ല. ഇറ്റ് ഈസ് എ ജോയിന്റ് ബിറ്റ്വീൻ റിബ്സ് ആൻഡ് സ്റ്റേണം. അതും കാർട്ടിലേജിനസ് ജോയിന്റ് ആണ്. കൺട്രോൾഡ് മൂവ്മെന്റ് ഡ്യൂറിംഗ് ബ്രീത്തിങ്. അതും ശരിയല്ല. ഇനി ദിസ് ജോയിന്റ് ഈസ് ഫൗണ്ട് ബിറ്റ്വീൻ ടു പെൽവിക് ഗേർഡിൽ ആൻഡ് അലൗസ് കണ്ടീഷണൽ മൂവ്മെന്റ്. അതും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഫൈബ്രസ് ജോയിന്റ് അല്ല അവരുടെ ഇടയിലുള്ളത്. അതും കാർട്ടിലേജിനസ് ആയിട്ടുള്ള സ്ലൈറ്റ്ലി മൂവബിൾ ജോയിന്റ് ആണ്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇൻ ദ മാമൽസ് ovary ovulation is followed by luteal phase. In the mammal's ovary, ovulation is followed by luteal phase. The image below depicts level of hormones PQRS during ovulation and luteal phase എന്നാണ് പറയുന്നത്. Choose the most correct statement from below about these hormones. അപ്പം QR P ഇതൊക്കെ ഏതൊക്കെ ഹോർമോൺ ആണ് എന്ന് വെച്ചിട്ടാണ് നമ്മളുടെ ഓപ്ഷൻസ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് അത് ഏതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. സോ നമുക്ക് നോക്കാം. ഇവിടെ P എന്ന് പറയുന്നത് നമ്മുടെ NCERTയിലുള്ള അതേ ഗ്രാഫാണ്. ഇവിടെ നമുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ചെറിയ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ P എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു P എന്ന് പറയുന്ന ഈ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, അതാരതാണ്? അത് LH ആണ്, ലൂട്ടിനൈസിങ് ഹോർമോൺ ആണ്. സോ P ഈസ് LH. LH ആണ് P എന്ന് പറയുന്നത്. ഇനി അതിന്റെ താഴെയുള്ള Q എന്ന് പറയുന്നത് എന്താണ്? FSH ആണ് എന്നുള്ളത് നമുക്കറിയാം. സോ Q എന്ന് പറയുന്നത് FSHന്റെ ഗ്രാഫ് ആണ് എന്നുള്ളത് നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് ഈ ഗ്രീൻ കളറിൽ നമുക്ക് കാണാൻ പറ്റുന്ന LH ആരുടെ കൂടെ ആര് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് LH ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചേ? നമ്മുടെ ഈസ്ട്രജൻ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് LH ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ തിയറിയിൽ ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പം ഈ പച്ച കളറിലുള്ള ഗ്രാഫ് R എന്ന് പറയുന്നത് ഏതാണ്? ഈസ്ട്രജൻ ആണ്. സോ R will be estrogen. R will be estrogen. And ഫൈനലി നമുക്കൊരു ബ്രൗൺ കളറിൽ ആരുണ്ട്? ബ്രൗൺ കളറിൽ S ഉണ്ട്. അപ്പം ആ S എന്ന് പറയുന്നത് ഇയാളാണ്. അപ്പം ലൂട്ടിയൽ ഫേസിൽ ആരുടെ ഇൻക്രീസ് ഉണ്ട്? പ്രൊജസ്ട്രോണിന്റെ ഇൻക്രീസ് ഉണ്ട്. സോ പ്രൊജസ്ട്രോണിന്റെ ഇൻക്രീസ് എന്ന് പറയുമ്പം S will be പ്രൊജസ്റ്ററോൺ. ഓക്കെ. സോ ദീസ് ആർ ദ ഹോർമോൺസ്. ഇത് NCERTയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് അല്ലേ? സോ P എന്ന് പറയുന്നത് LH, Q എന്ന് പറയുന്നത് FSH, R എന്ന് പറയുന്നത് ഈസ്ട്രജൻ ആൻഡ് S എന്ന് പറയുന്നത് പ്രൊജസ്റ്ററോൺ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാം. Q ഈസ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ശരിയാണ്. ആൻഡ് S ഈസ് പ്രൊജസ്റ്ററോൺ. സോ A ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി ബാക്കിയും കൂടെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. R ഈസ് പ്രൊജസ്ട്രോൺ, തെറ്റാണ്. R ഈസ്ട്രജൻ ആണ്. Q ഈസ് ലൂട്ടിനൈസിംഗ് ഹോർമോൺ, തെറ്റാണ്. FSH ആണ്. P ഈസ് FSH, അതും തെറ്റാണ്. സോ ഓപ്ഷൻ A ഈസ് ദ കറക്റ്റ് ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇനി ഇവിടെ നമുക്ക് ഫോളോയിങ് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഫിഗേഴ്സ് ഓഫ് റെപ്ലിക്കേഷൻ ഫോക്സ് ആണ്. കറക്റ്റ്ലി റെപ്രസെന്റ്സ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA റെപ്ലിക്കേഷൻ വിത്തിൻ എ പ്രോകാരിയോട്ടിക് സെൽ. ബാക്ടീരിയൽ സെല്ലിലുള്ള റെപ്ലിക്കേഷൻ ആരാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. സോ ഏത് റെപ്ലിക്കേഷൻ ഫോർക്കാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ റെപ്ലിക്കേഷൻ പഠിച്ച എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു റെപ്ലിക്കേഷൻ ഫോർക്ക് വരയ്ക്കാം.
ഇതാണ് ഒരു റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്നത്. ഈ റെപ്ലിക്കേഷൻ ഫോർക്കിൽ എല്ലാ ചോദ്യത്തിലും ഇവിടെ 3' എൻഡ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഹിയർ വിൽ ബി 5' എൻഡ്. സോ ഹിയർ 3' എൻഡ് ആയിരിക്കും ആൻഡ് ദിസ് വിൽ ബി 5' എൻഡ്. ഓക്കെ, ഇനി നമുക്കറിയാം DNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം ആണ്. DNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം ആണ് DNA സിന്തസൈസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വർക്ക്സ് ഓൺലി ഫ്രം 5' to 3' ഡയറക്ഷൻ. DNA പോളിമറൈസ് എന്ന് പറഞ്ഞ എൻസൈമിന് 5' to 3' ഡയറക്ഷനിൽ മാത്രമേ വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, സോ ഇയാള് ഈ സ്ട്രാൻഡിനെ ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ DNA സിന്തസൈസ് ചെയ്യുന്നത് ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഈ കളറിലാണ്. സോ പുതിയ DNA സിന്തസൈസ് ചെയ്യാന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ 5' ആയിരിക്കും, ഇവിടെ 3' ആയതുകൊണ്ട് ഇവിടെ 5' ആയിരിക്കും. അപ്പൊ 5' to 3' ആയിട്ട് ഇങ്ങനെ സിന്തസൈസ് ചെയ്ത് പോകാൻ പറ്റും. സിൻസ് ഈ റെപ്ലിക്കേഷൻ ഫോർക്ക് മുന്നിലേക്ക് ആര് ബ്രേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്? ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈമ് ഹെലിക്കേസിനെ ഞാൻ വരയ്ക്കാം. ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈമ് ഇങ്ങനെ മുന്നിലേക്ക് ഈ ഡബിൾ സ്ട്രാൻഡുകളെ കട്ട് ചെയ്ത് പോവുകയാണ്. അപ്പം റെപ്ലിക്കേഷൻ ഫോർക്കിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലേക്കാണ്, ശരിയല്ലേ? അതേ ഡയറക്ഷനിലാണ് 5' to 3' ഡയറക്ഷനിൽ ആര് DNA സിന്തസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? DNA പോളിമറൈസ് DNA സിന്തസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ശരിയാണല്ലോ? ഓക്കെ, അപ്പം ഈ സ്ട്രാൻഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി സിന്തസൈസിങ് സ്ട്രാൻഡ് ആയിരിക്കും. ആൻഡ് ദിസ് വിൽ ബി അവർ ലീഡിങ് സ്ട്രാൻഡ്. ശരിയാണോ? ലീഡിങ് സ്ട്രാൻഡ്. ഓക്കെ, ഇനി ഈ ഒരു സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ട് ഉണ്ടാവുന്ന DNA നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ നമ്മള് തിരിച്ച് ഈ ഡയറക്ഷനിലാണ് 5' to 3' ഡയറക്ഷൻ എന്ന് പറയുന്നത്. 5' to 3' ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനാണ്. ആ ഡയറക്ഷന്റെ പ്രത്യേകത 5' to 3' ഡയറക്ഷനാണ്. ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ കണ്ടിന്യൂസ്ലി സിന്തസൈസ് ചെയ്യാൻ കഴിയില്ല, പകരം ഫ്രാഗ്മെന്റ് ഓഫ് DNA മാത്രമേ സിന്തസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ? ഇവിടെ നിന്ന് ഇയാൾ ഇങ്ങോട്ടേക്ക് സിന്തസൈസ് ചെയ്യുമ്പോഴേക്ക് ഹെലിക്കേസ് റെപ്ലിക്കേഷൻ ഫോർക്കിനെ ബാക്കിലോട്ട് ഡയറക്ഷൻ കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പം അയാൾ വീണ്ടും ആ പോകുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഹെലിക്കേസ് ഇങ്ങോട്ടാ മൂവ് ചെയ്യുന്നത്, ഇവിടെ ഇയാള് മുന്നോട്ടേക്കാണ് ഈ DNA ഉണ്ടാക്കി പോകുന്നത്. സോ കഷ്ണം DNA മാത്രമേ ഒരു സമയം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് 5' to 3' ഡയറക്ഷനിൽ തന്നെയാണ്, പക്ഷെ ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് ആണ്. ഈ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡിനെയാണ് നമ്മൾ ലാഗിങ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നാണ് നമ്മളോട് പിക്ക് ചെയ്യാൻ പറയുന്നത്. സോ 5' ഇവിടെ നമുക്ക് 2 സ്ട്രാൻഡും ഡിസ്കണ്ടിന്യൂസ്ലി സിന്തസൈസ്ഡ് ആയിട്ടാണ് കാണിച്ചത്. സോ A എടുക്കാൻ പറ്റില്ല. ഇനി B നമ്മൾ നോക്കുകയാണെങ്കിൽ 5' to 3' ഡയറക്ഷനിൽ കണ്ടിന്യൂസ് സ്ട്രാൻഡ് സിന്തസിസ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ 5' to 3' ഡയറക്ഷനിൽ കണ്ടിന്യൂസ് സ്ട്രാൻഡ് സിന്തസിസ് കാണിച്ചിട്ടുണ്ട്. എല്ലാം ഓക്കെ ആണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇവിടെ C നമ്മൾ നോക്കുകയാണെങ്കിൽ 3' to 5' ആണ് കാണിച്ചത്. 3' to 5' ഡയറക്ഷനിലല്ല സിന്തസിസ് നടക്കുന്നത്, ഇതിന്റെ ഡയറക്ഷൻ തെറ്റാണ്. ആൻഡ് D കാണിച്ചത് 2 സ്ട്രാൻഡും കണ്ടിന്യൂസ് ആയിട്ടാണ്, അതും തെറ്റാണ്. സോ ഓപ്ഷൻ B വിൽ ബി ദ റൈറ്റ് ആൻസർ. ക്ലിയർ? സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, dense regular connective tissue have collagen fibers arranged in parallel, which allows the tissue to bear load and provide support. Okay, which of the following is an example of dense regular connective tissue എന്നാണ് പറഞ്ഞത്. സോ ഇത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറയുന്ന പണ്ട് സിലബസിൽ ഉണ്ടായിരുന്നത്, എന്നാൽ 2023 ശേഷം ഈ ടിഷ്യൂ എന്ന് പറയുന്ന പാർട്ട് സിലബസിൽ ഇല്ല. അതുകൊണ്ട് ഇനി മുന്നോട്ടേക്ക് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ സിലബസിലും ഇല്ലാത്തതാണ്. അപ്പൊ ഇനി നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുക, സിലബസിൽ ഇല്ലാത്തൊരു കാര്യം ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഈ താഴെ കാണുന്ന ഓപ്ഷനിൽ
ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂവിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ലിഗമെന്റ് ആണ്. സോ ഞാൻ ആൻസർ മാത്രം പറഞ്ഞിട്ട് പോവുകയാണ്. ലിഗമെന്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പം ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീണ്ടും നമുക്കൊരു പെഡിഗ്രി ആണ് സോൾവ് ചെയ്യാനുള്ളത്. സോ സ്റ്റഡി ദ ഫോളോയിങ് പെഡിഗ്രി കെയർഫുള്ളി വെർ ദ ഷെയ്ഡഡ് ഷേപ്സ് റെപ്രസെന്റ് അഫക്റ്റഡ് ഇൻഡിവിജ്വൽ. അതിൽ ടിപ്പിക്കൽ ആയിട്ടുള്ള 3 ജനറേഷൻ ഉള്ള ഒരു പെഡിഗ്രി ആണ്. ബേസ്ഡ് ഓൺ ദ ഗിവൺ പെഡിഗ്രി ഡെഡ്യൂസ് ദ മോഡ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നാണ് ആദ്യം പറഞ്ഞത്. അതായത് എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ആണോ റിസീവ് ആണോ, ഓട്ടോസോമൽ ഡോമിനന്റ് ആണോ റിസീവ് ആണോ എന്നുള്ളതാണ്. ആൻഡ് അതിനുശേഷം ജീനോടൈപ്പ് ഓഫ് F1 മെയില്, F1 മെയിൽ എന്ന് പറഞ്ഞാൽ ഈ ആളുടെ, ഇതാണ് F1 മെയില്. F1 മെയിലിന്റെ ജീനോടൈപ്പ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് അതെങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളത് നോക്കാം. നമുക്ക് 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ഇയാളുടെ മോഡ് ഓഫ് ഇൻഹെറിറ്റൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം, ആൻഡ് ഇയാളുടെ ജീനോടൈപ്പും നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു പെഡിഗ്രി സോൾവ് ചെയ്യുന്ന ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനറ്റിക് പാറ്റേൺ ആദ്യം നമ്മൾ തരംതിരിക്കേണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചാല്, ഈ പെഡിഗ്രി ആദ്യം നമ്മൾ ഡോമിനന്റ് ആണോ അതോ റെസസീവ് ആണോ എന്നുള്ളത് വേണം ആദ്യം തരംതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്? വി ഷുഡ് ലുക്ക് അറ്റ് അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ്. ഇതാണ് ഞാൻ ആദ്യം ഇവിടുന്ന് തുടങ്ങുകയാണ്. ഇതൊരു അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ആണ്. അഫക്റ്റഡ് ഇൻഡിവിജ്വലിന്റെ പാരന്റ്സിനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിലെ ഈ പാരന്റിൽ അറ്റ്ലീസ്റ്റ് 1 പാരന്റ് ഈസ് അഫക്റ്റഡ്. ശരിയല്ലേ? സിമിലർ ഈ അഫക്റ്റഡ് ഇൻഡിവിജ്വലും സെയിം പാരന്റ്സ് ആണ് അല്ലേ? അപ്പം അറ്റ്ലീസ്റ്റ് 1 പാരന്റ് ഈസ് അഫക്റ്റഡ്. ഇനി അടുത്ത അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിനെ നോക്കുകയാണ്, അയാളുടെ പാരന്റ്സിനെ നമ്മൾ നോക്കുകയാണ്, അറ്റ്ലീസ്റ്റ് 1 പാരന്റ് ഈസ് അഫക്റ്റഡ്. ശരിയല്ലേ? ഇനി അടുത്ത അഫക്റ്റഡ് ഇൻഡിവിജ്വലിനെ നോക്കുകയാണ്, അയാളുടെ പാരന്റിനെ ഞാൻ നോക്കുകയാണ്, അറ്റ്ലീസ്റ്റ് 1 പാരന്റ് ഈസ് അഫക്റ്റഡ്. അപ്പം നമ്മൾ എല്ലാ അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിനെ നോക്കി, രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള എല്ലാ അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിന്റെയും പാരന്റ്സിനെ നോക്കി, പാരന്റ്സ് ഏത് ടൈപ്പാന്ന് മനസ്സിലാക്കി, അറ്റ്ലീസ്റ്റ് 1 പാരന്റ് ഈസ് അഫക്റ്റഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി മോസ്റ്റ് ലൈക്ലി അതെന്തായിരിക്കും? ഡോമിനന്റ് ആയിരിക്കും. ഡോമിനന്റ് ആയിരിക്കും. സോ നമ്മള് ഡോമിനന്റ് ആണ് എന്ന് മനസ്സിലാക്കി. ഡോമിനന്റ് ആണ് എന്ന് മനസ്സിലാക്കിയാൽ ഇനി നമുക്ക് തരം തിരിക്കേണ്ടത് അത് എന്ത് ടൈപ്പ് ഡോമിനന്റ് ആണ്? എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ആണോ അതോ ഓട്ടോസോമൽ ഡോമിനന്റ് ആണോ? ഇതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇത് എന്തെങ്കിലും ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. യെസ്, ഇവിടെ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു അടിപൊളി പാറ്റേൺ ഉണ്ട്. നോക്കടാ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു അച്ഛൻ, ആ അച്ഛന് ഒരു അസുഖമുണ്ട് എന്ന് വിചാരിച്ചോ. ഓക്കെ. ആൻഡ് അമ്മക്ക്, അദ്ദേഹം കല്യാണം കഴിച്ച ആൾക്ക് അസുഖമില്ല എന്ന് വിചാരിച്ചോ. ഓക്കെ. ഇവർക്ക് ഒരു ആൺകുട്ടി ഉണ്ടായി. ഓക്കെ, ഇവർക്കൊരു ആൺകുട്ടി ഉണ്ടായി. ഈ ആൺകുട്ടിക്ക് അസുഖം ഉണ്ട് എന്ന് വിചാരിച്ചോ. ഈ അസുഖം, അച്ഛന് അസുഖമുണ്ട്, അമ്മയ്ക്ക് അസുഖം ഇല്ല. അച്ഛനിൽ നിന്നും കുട്ടിയിലേക്ക്, ആൺകുട്ടിയിലേക്ക് അസുഖം പോയിട്ടുണ്ട് എങ്കിൽ, ഈ അസുഖം അച്ഛനിൽ നിന്നും ആൺകുട്ടിയിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ ഈ അസുഖം cannot be എക്സ് ലിങ്ക്ഡ് എന്ന് പറയുന്ന ഒരു ബുദ്ധിയാണ് എനിക്ക് ഇവിടെ തോന്നുന്നത്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. കാരണം ഐസറിന് വേണ്ടി മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത് ഒരു കീ ആയിട്ടുള്ള ഒരു തിയറി പാർട്ടാണ്. അവിടെ നമ്മൾ ഡിഫറെന്റ് കേസുകൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒരു അച്ഛന് അസുഖമുണ്ട്, അമ്മയ്ക്ക് അസുഖമില്ല, അച്ഛനിൽ നിന്ന് ആൺകുട്ടിക്ക് അസുഖം കിട്ടുന്നുണ്ട് എങ്കിൽ ഇറ്റ് കനോട്ട് ബി എക്സ് ലിങ്ക്ഡ് എന്നറിയാം. കാരണം എന്താ? ലെറ്റ് us assume ഈ ഒരു അസുഖം എക്സ് ലിങ്ക്ഡ് ആണ് എന്ന് വെച്ചോ. അപ്പം ഞാൻ എക്സ് ഡിഫക്റ്റീവ് എന്ന് പറയുന്നത് അസുഖമുള്ള ഒരു എക്സ് ക്രോമസോം ആണ് എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് ഡിഫക്റ്റീവ് വൈ എന്നായിരിക്കും ഈ അച്ഛന്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ശരിയല്ലേ? യെസ്,
എക്സ് ഡിഫക്റ്റീവ് വൈ. ഇനി അമ്മ നോർമൽ ആയിട്ടുള്ള അമ്മയാണ്. ഈ പറയുന്ന ആളുകൾക്ക് ഒരു ആൺകുട്ടിയാണ് ഉണ്ടാവുന്നത് എങ്കിൽ അമ്മ കൊടുക്കേണ്ടത്, അമ്മേന്റെ അടുത്ത് പിന്നെ ആകെ ഒരു എക്സ് ക്രോമസോമേ കൊടുക്കാനുള്ളൂ. അവിടെ അച്ഛൻ കൊടുക്കേണ്ടത് ആരാ? ആൺകുട്ടിയാണ് ഉണ്ടാവുന്നത് എങ്കിൽ അച്ഛൻ കൊടുക്കേണ്ടത് ആരാണ്? വൈ ആണ്. വൈ ക്രോമസോമിനെയാണ് കൊടുക്കേണ്ടത്. സോ നോക്ക്, ഈ വൈ ക്രോമസോമിന് അച്ഛൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഈ ആൺകുട്ടിക്ക് ഉണ്ടാവുമോ? ഇല്ല. അയാള് നോർമൽ ആയിട്ടുള്ള ഒരു ആൺകുട്ടിയായിരിക്കും. കാരണം എന്താ? ആ അച്ഛന്റെ കയ്യിലുള്ള ഡിഫക്റ്റീവ് ആയിട്ടുള്ള എക്സ് ക്രോമസോം ഒരിക്കലും ആൺകുട്ടിയിലേക്ക് കൊടുക്കുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അച്ഛന് അസുഖമുണ്ട്, അമ്മയ്ക്ക് അസുഖമില്ല. ഓക്കെ, അച്ഛന് അസുഖമുണ്ട്, അമ്മയ്ക്ക് അസുഖമില്ല. ആ കപ്പിൾസിന് ഉണ്ടാവുന്ന ആൺകുട്ടിക്ക് അസുഖം ഉണ്ടാവുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ് ഇഫ് ഇറ്റ് ഈസ് എക്സ് ലിങ്ക്ഡ്. മനസ്സിലായോ? ഇനി പെൺകുട്ടിക്കോ അസുഖം ഉണ്ടാവാനുള്ള സാധ്യത, കാരണം പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ കൊടുക്കുക ഈ ഡിഫക്റ്റീവ് ആയിട്ടുള്ള എക്സ് ആണ്. മനസ്സിലായില്ലേ? അപ്പം ഈ ഒരു പാറ്റേൺ നമുക്ക് ഇവിടെ ടിപ്പിക്കൽ പാറ്റേൺ കാണാൻ പറ്റും. നിങ്ങൾ ഈ ജനറേഷൻ എടുക്കൂ, നിങ്ങൾ ഈ ഒരു അച്ഛനെ അമ്മേനെ എടുക്കൂ. അച്ഛന് അസുഖമുണ്ട്, അമ്മയ്ക്ക് അസുഖമില്ല. മനസ്സിലായോ? അച്ഛന്റെ അസുഖം മകന് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോടാ? അച്ഛന്റെ അസുഖം മകന് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പെഡിഗ്രി അച്ഛന്റെ അസുഖം മകന് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ദിസ് പെഡിഗ്രി cannot be X-linked. ഈ പെഡിഗ്രി cannot be X-linked. അപ്പൊ ഒരു പാറ്റേൺ നോക്കിയിട്ട് നമുക്ക് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും. X-linked ആവാൻ കഴിയില്ല. അപ്പൊ X-linked ആവാൻ കഴിയില്ല എങ്കിൽ ആ പെഡിഗ്രി must be ഓട്ടോസോമൽ. സോ നമുക്ക് ഈ പെഡിഗ്രി ഏത് ടൈപ്പാ എന്നുള്ളത് നമ്മൾ സോൾവ് ചെയ്തു. ഏതാണ് പെഡിഗ്രി എന്ന് പറയുന്നത്, ഏത് ടൈപ്പാന്നുള്ളത് നമ്മൾ അടിപൊളിയായിട്ട് സോൾവ് ചെയ്തു. ഏതാ? ഓട്ടോസോമൽ ഡോമിനന്റ്. ഓട്ടോസോമൽ ഡോമിനന്റ് ആണ് പെഡിഗ്രി എന്നുള്ളത് വി ഹാവ് സോൾവ്ഡ്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദ ഗിവൻ പെഡിഗ്രി deduce the mode of inheritance and the genotype of F1 male ആണ് ചോദിച്ചത്. സോ ഓട്ടോസോമൽ ഡോമിനന്റ് ആണ്. അപ്പൊ ബിഒ സിഒ ആണ്. അപ്പൊ ഇനി ഇവിടുത്തെ ഈ പറയുന്ന ആളുടെ ഈ ഒരു മെയിലിന്റെ ജീനോടൈപ്പ് ആണ് നമുക്ക് അറിയേണ്ടത്. ജീനോടൈപ്പ് എങ്ങനെ തന്നത്? ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ നോക്ക്, എന്തായാലും ഈ മെയിലിന് എന്താണ്ട്? അസുഖമുണ്ട്. ഓക്കെ, അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയാള് ഒന്നെങ്കിൽ ഹെട്രോസൈഗസ് ആയിരിക്കും, അതായത് ഒരു അല്ലിയില് അസുഖം ഉള്ളതും ഒരു അല്ലിയില് അസുഖം ഇല്ലാത്തതും ആയിരിക്കും. കാരണം എന്താ? ഒരു അല്ലിയിലിന് അസുഖം ഉണ്ടെങ്കിൽ പോലും അവിടെ അസുഖം കാണിക്കും, കാരണം ഡോമിനന്റ് ടൈപ്പ് അസുഖമാണ്. അതാണ് നമ്മളുടെ ആലോചിക്കേണ്ട കാര്യം. ഇനി അല്ല എങ്കിൽ രണ്ടും അഫക്റ്റഡ് ആയിട്ടുള്ള, രണ്ടും ഹോമോസൈഗസ് ആയിട്ടിരിക്കുന്ന ഒരു ഡിഫക്റ്റീവ് അല്ലീലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അങ്ങനെ രണ്ടും അഫക്റ്റഡ് ആയിരുന്നു എങ്കിൽ അയാൾക്ക് ഉണ്ടാവുന്ന കുട്ടികൾക്ക്, ഇതാണല്ലോ അയാൾക്ക് ഉണ്ടാവുന്ന കുട്ടികൾക്ക് എന്തായാലും അയാൾ അസുഖമുള്ള അല്ലീല് മാത്രമേ കൈമാറുള്ളൂ. ശരിയല്ലേ? അങ്ങനെയാണ് അയാൾക്ക് അസുഖമുള്ള അല്ലീല് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്കിൽ കുട്ടികൾ എല്ലാവരും അസുഖം കാണിച്ചേനെ. ശരിയല്ലേ? കാരണം എന്താടാ? ഇത് ഡോമിനന്റ് അസുഖമാണ്, ഇത് റെസസീവിന്റെ കളിയല്ല. മനസ്സിലായോ? അപ്പോ ഇയാൾക്ക് അസുഖമുണ്ട്, അയാളുടെ കുട്ടികൾക്ക് അസുഖമില്ല, ഇതൊരു ഡോമിനന്റ് അസുഖമാണ് എങ്കിൽ 100% ഉറപ്പാണ് ഈ പറയുന്ന ആൾക്ക് അസുഖമില്ലാത്ത അല്ലീല് ഉണ്ടായിരിക്കണം, അഥവാ ഹെട്രോസൈഗസ് കണ്ടീഷനിലായിരിക്കണം ആ ഇൻഡിവിജ്വൽ. സോ F1 മെയിലിന്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? F1 മെയിലിന്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ഹെട്രോസൈഗസ് ആണ്. സോ നമുക്ക് ആൻസർ ചെയ്യാം, ഓട്ടോസോമൽ ഡോമിനന്റ് ആൻഡ് ഹെട്രോസൈഗസ്. സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ
പണ്ട് നമുക്ക് സെൻസ് ഓർഗൻസിനെ കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നു, ഇയറിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. 2023 സിലബസ് അപ്ഡേറ്റ് ചെയ്ത സമയത്ത് അതിപ്പോ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ദ മെംബ്രേനിയസ് labyrinth of the inner ear is encased by a bony labyrinth and has a series of membranes assisting in process of hearing. Choose the correct statement എന്നാണ് ചോദിച്ചത്. Sound waves induce ripples in the basilar membrane which bends and pressure hair cells against ടെക്ടോറിയൽ മെംബ്രെയിൻ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ സിലബസിൽ ഇല്ലാത്തൊരു കാര്യം നിങ്ങളെ കൂടുതലായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ലാത്തത് കൊണ്ട് കറക്റ്റ് ആൻസർ ആയിട്ടുള്ള ബി ഞാൻ സെലക്ട് ചെയ്യാണ്. ആൻഡ് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു ബയോടെക്നോളജിയിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്കൊരു പ്ലാസ്മിഡ് വെക്ടറിനെ തന്നിട്ടുണ്ട്. ഈ പ്ലാസ്മിഡ് വെക്ടറിന്റെ പേര് എന്ന് പറയുന്നത് PIAT 22 ആണ്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 2022 ആണ്. അതിന്റെ മാപ്പ് ഗിവൺ ബിലോ. എ ജീൻ വാസ് ഇൻസേർട്ടഡ് അറ്റ് വൺ ഓഫ് ദ റെസ്ട്രിക്ഷൻ സൈറ്റ് ഓഫ് PIAT 2022. എവിടെയൊക്കെ ഉണ്ട് റെസ്ട്രിക്ഷൻ സൈറ്റ്? ഹൈൻഡ് 3 ഹൈൻഡ് 3 ഇതാ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ബാം H1 ഒരു സൈറ്റ് ഇവിടെ കാണാൻ പറ്റും. NDE1 എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ സൈറ്റ് ഇവിടെ കാണാൻ പറ്റും. നോട്ട് 1 റെസ്ട്രിക്ഷൻ സൈറ്റ് ഇവിടെ കാണാൻ പറ്റും. ആംപിസിലിൻ റെസിസ്റ്റൻസ് ജീനിൽ നമുക്കൊരു ഇക്കോ R1 കാണാൻ പറ്റും. ഓക്കെ, ഏതോ ഒരു റെസ്ട്രിക്ഷൻ സൈറ്റില് ജീൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൺ ട്രാൻസ്ഫോർമേഷൻ, അപ്പം ജീൻ ഇൻസേർട്ട് ചെയ്തത് നമ്മളൊരു ബാക്ടീരിയയിലേക്ക് ഇട്ട് കൊടുത്തു. ബാക്ടീരിയ ട്രാൻസ്ഫോംഡ് ആയി. ഓഫ് ദ പ്ലാസ്മിഡ് കണ്ടെയ്നിങ് ദ ഇൻസേർട്ടഡ് ജീൻ, നോ ട്രാൻസ്ഫോർമെന്റ്സ് വേർ ഒബ്റ്റെയിൻഡ് വെൻ ഗ്രോൺ ഓൺ ആന്റിബയോട്ടിക് സെലക്ഷൻ മീഡിയം. അപ്പം ട്രാൻസ്ഫോർമെന്റ്സിനെയും നോൺ ട്രാൻസ്ഫോർമെന്റ്സിനെയും വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആന്റിബയോട്ടിക് ഉള്ള മീഡിയത്തിൽ വളർത്തി അല്ലെ. അവിടെ ഏത് ആന്റിബയോട്ടിക് മീഡിയ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക? ആംബിസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് മീഡിയ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. കാരണം ഇവിടെ ഇതാ ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീനാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി വിച്ച് ഈസ് മോസ്റ്റ് ലൈക്ലി ദ റെസ്ട്രിക്ഷൻ സൈറ്റ് യൂസ്ഡ് ഫോർ ജീൻ ഇൻസേർഷൻ yielding നോ ട്രാൻസ്ഫോർമെന്റ്സ്. അപ്പം ഇവിടെ എനിക്കിത് വായിക്കുമ്പോ തന്നെ കാര്യം മനസ്സിലായി എന്താണ് ഇവിടെ ചോദിച്ചത് എന്നുള്ളത്. എന്താ ചോദിച്ചത്? ഇവിടെ നമുക്കൊരു പ്ലാസ്മിഡ് വെക്ടർ തന്നിട്ടുണ്ട്. അതിന് ഒരുപാട് റെസ്ട്രിക്ഷൻ സൈറ്റുകൾ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഹൈൻഡ് 3 ഒരു റെസ്ട്രിക്ഷൻ സൈറ്റ് ഉണ്ട്. ആൻഡ് ഇവിടെ ബാം H1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ ഒരു സൈറ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് NDE1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ സൈറ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് നോട്ട് 1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ സൈറ്റ് ഉണ്ട്. ആൻഡ് ഹിയർ വി ഹാവ് ഒരു ജീൻ ഉണ്ട് അല്ലേ. ആ ജീനിന്റെ പേരെന്താണ്? ഇയാളാണ് ആംപിസിലിൻ റെസിസ്റ്റന്റ് ജീൻ. ഈ ആംപിസിലിൻ റെസിസ്റ്റന്റ് ജീനില് ഒരു ഇക്കോ R1 സൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞ കാര്യം എന്താന്ന് ചോദിച്ചാല് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ നടത്തിയ ആളുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളെ ഒരു മീഡിയത്തിൽ വളർത്തുകയാണ്. ഏതാണ് മീഡിയം എന്ന് പറയുന്നത്? ഒരു ആന്റിബയോട്ടിക് മീഡിയത്തിൽ വളർത്തുകയാണ്. അപ്പം ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ ആളുകളെ മാത്രം വേർതിരിച്ച് സെലക്റ്റീവ്ലി ജീവിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെലക്റ്റബിൾ മാർക്കർ ആയിട്ടുള്ള ആംപിസിലിൻ റെസിസ്റ്റൻസ് ജീന് പ്ലാസ്മിഡിൽ ഉണ്ടാവണം എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ആയിട്ടുള്ള തിയറിയാണ്. ഇതൊക്കെ നമ്മൾ നിരന്തരം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് അല്ലേ. ബയോടെക്നോളജി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിട്ട് ഇതൊക്കെ ഡെപ്തിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ക്ലാസ്സുകളിൽ പോരാറുള്ളത്. ഓക്കെ, സോ ഈ ആംപിസിലിൻ റെസിസ്റ്റൻസ് മീഡിയത്തിൽ ഇത് വളർത്തിയിട്ടും ട്രാൻസ്ഫോർമെന്റ്സിനെ yield കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ
ആംബിസിലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി നമ്മളുടെ ട്രാൻസ്ഫർമെൻസിന് ഇല്ല. അതായത് ഈ ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീനിനെ അത് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ആ ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീന് ഇപ്പം അടിച്ചു പോയിരിക്കുകയാണ് എന്നാണ് നമ്മളുടെ ചോദ്യത്തിൽ തന്നതിന്റെ അർത്ഥം. ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീന് അടിച്ചു പോവണമെങ്കിൽ ഏത് റെസ്ട്രിക്ഷൻ സൈറ്റിലായിരിക്കും നമ്മളുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് വെച്ചത് എന്നാണ് ചോദിച്ചത്. ഹൈൻഡ് 3 വെച്ചിരുന്നെങ്കിൽ യാതൊരു കുഴപ്പമില്ലായിരുന്നു. ബാം H1 കൊണ്ടോ ND1 കൊണ്ടോ നോട്ട് 1 കൊണ്ടോ വെച്ചാല് യാതൊരു പ്രശ്നമില്ലായിരുന്നു. ഇവിടെ വെച്ചത് എങ്ങനെയായിരിക്കും? ഇക്കോ R1 കൊണ്ട് കട്ട് ചെയ്തിട്ട് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് കട്ട് ചെയ്തിട്ട് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇതിന്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അതിന്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന്റെ ഇടയിൽ പ്ലേസ് ചെയ്തുകൊണ്ട് ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീന് ഇനാക്റ്റീവ് ആയിട്ട് മാറി. ദിസ് ബിക്കെയിം ഇനാക്റ്റീവ്. ഇതിനെയാണ് നമ്മൾ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയാ. എന്താ പറയാ? ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് നമ്മൾ പറയും. ക്ലിയർ? സോ ദിസ് വിൽ ബി ദ ആൻസർ. ഇക്കോ R1 കട്ട് ചെയ്തത് കൊണ്ടായിരിക്കും അത് സംഭവിച്ചത്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ബോഡി ഫ്ലൂയിഡ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ട്യൂണിക്ക മീഡിയ ലെയർ ഫൗണ്ട് ഇൻ ബ്ലഡ് വെസൽ. നമ്മുടെ ആർട്ടറിയിലും വെയിനിലുമുള്ള ട്യൂണിക്ക മീഡിയ ലെയറിനെ കുറിച്ചാണ് പറയുന്നത്. വെസൽസ് is thicker in arteries than in veins. Okay. Choose the correct statement regarding tunica media from below. അപ്പം കൃത്യമായിട്ട് ഒരു കമ്പാരിസൺ NCERT-യിൽ ഈ ട്യൂണിക്ക മീഡിയ ഇൻ നമ്മളുടെ ആർട്ടറിയും വെയിനും തമ്മിൽ നടത്തുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് നമുക്ക് നോക്കാം. വാൾസ് ഇൻ വെയിൻസ് ആർ ഡിറൈവ്ഡ് ഫ്രം ദിസ് ലെയർ എന്ന് പറയുന്നത് തെറ്റാണ്. ഇറ്റ് ഈസ് റിച്ച് ഇൻ കൊളാജൻ ഫൈബേഴ്സ് ആൻഡ് പ്രൊവൈഡ് ടെൻസൈൽ സ്ട്രെങ്ത് ടു ദ വെസൽ എന്ന് പറയുന്നത് തെറ്റാണ്. ഇറ്റ് ഈസ് റിച്ച് ഇൻ ഇലാസ്റ്റിക് ഫൈബേഴ്സ് ആൻഡ് ഇൻവോളണ്ടറി ആയിട്ടുള്ള സ്മൂത്ത് മസിൽസ്. ഇതാണ് നമ്മൾ NCERT-യിൽ പറയുന്ന കാര്യം. ഇറ്റ് ഈസ് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് സെൽ ലെയർ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ, match the entries mentioned in column 1 with column 2. അതായത് ഒരു match the following type ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് കോളത്തിൽ നമുക്ക് റൊഡോഫൈസിയെ, ഫിയോഫൈസിയെ, സെലാജിനെല്ല, മാർക്കാൻഷ്യ ഈ 4 കാര്യങ്ങളാണ് ഫസ്റ്റ് കോളം. സെക്കൻഡ് കോളത്തിലേക്ക് എത്തുന്ന സമയത്ത് റൂട്ട്സ്, ജെമ്മെ, ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്, ലാമിനാരി ഈ 4 സാധനങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമ്മളോട് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ റൊഡോഫൈസിയ, ഫിയോഫൈസിയ, സെലാജിനെല്ല, മാർക്കാൻഷ്യ എന്നുള്ളതാണ് കോളം 1. നമുക്ക് നോക്കാം. നമുക്ക് തന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റൊഡോഫൈസിയെ, സെക്കൻഡ് വൺ ഫിയോഫൈസിയെ, തേർഡ് വൺ സെലാജിനെല്ല ആൻഡ് ഫോർത്ത് വൺ ഇസ് അവർ മാർക്കാൻഷ്യ. തന്നിട്ടുള്ള സാധനങ്ങൾ എന്താണെന്നാണ് ആദ്യം നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ റൊഡോഫൈസിയെ, ഫിയോഫൈസിയെ എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പാണ്? യെസ്, അതെന്ന് പറയുന്നത് നമുക്ക് ആൽഗൽ ഗ്രൂപ്പുകളായിട്ട് പറയാം അല്ലെ. ആൽഗകളാണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആൽഗ പഠിച്ചിട്ടുണ്ട്. റെഡ് ആൽഗെ, ഗ്രീൻ ആൽഗെ ആൻഡ് ബ്ലൂ ആൽഗെ. അപ്പൊ ഇതിൽ ആൽഗകളാണ്. ദെൻ സെലാജിനെല്ല എന്ന് പറയുന്ന പ്ലാന്റിന് എവിടെ കേട്ടിട്ട് നിങ്ങൾക്ക് പരിചയമുള്ളത്? അതൊരു ആൽഗെ ആണോ, അതൊരു ബ്രയോഫൈറ്റ്സ് ആണോ, അല്ലെങ്കിൽ അതൊരു ടെറിഡോഫൈറ്റ് ആണോ, ജിംനോസ്പേം ആണോ, ആൻജിയോസ്പേം ആണോ? ഏതാണ് കൂടുതലായിട്ടും സെലാജിനെല്ല എന്നുള്ള പേര് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഏതാ? യെസ്, പെട്ടെന്ന് വരുന്നത് ആവരുത്, കറക്റ്റ് ആയിട്ട് നിങ്ങൾ പറയണം. അപ്പം സെലാജിനെല്ല എന്ന് പറയുന്നത് ടെറിഡോഫൈറ്റ്സ്. ദെൻ മാർക്കാൻഷ്യ എന്ന് പറയുന്നത് ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രൂപ്പ്സിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് ആൽഗകളും ഒരു ടെറിഡോഫൈറ്റ്സ് ഉണ്ട്, ഒരു ബ്രയോഫൈറ്റ്സ് ഉണ്ട് അല്ലെ. യെസ്, ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇപ്പൊ തന്നിരിക്കുന്നതിൽ നമുക്കറിയാം ആൽഗെ എന്ന് പറയുന്ന സാധനത്തിന് എന്തില്ല? റൂട്ടില്ല. അപ്പൊ റൊഡോഫൈസിയ, ഫിയോഫൈസിയ റൂട്ടിലേക്ക് എന്തായാലും വരില്ല എന്നുള്ള കോൺസെപ്റ്റ് വരിക. ദെൻ സെലാജിനെല്ലയ്ക്ക് റൂട്ട് ഇല്ലേ? യെസ്, സെലാജിനെല്ലയ്ക്ക് റൂട്ട് ഉണ്ട്. അപ്പം സെലാജിനെല്ലയാണ് ഏതിലേക്ക് വരുന്നത്? റൂട്ട് എന്ന് പറയുന്ന ആ ഒരു പി എന്ന് പറയുന്ന കോളത്തിലേക്ക് നമുക്ക് മാച്ച് ചെയ്യാൻ ഇവിടെ തന്നിട്ടുള്ളതിൽ പറ്റുള്ളൂ.
ദെൻ സെക്കൻഡ് വൺ മാർക്കാൻഷ്യ. മാർക്കാൻഷ്യ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതെന്താണ്? അതൊരു ബ്രയോഫൈറ്റ് ആണ്. അപ്പൊ ബ്രയോഫൈറ്റ്സിന്റെ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് എന്തെന്ന് പഠിച്ചിട്ടുള്ളത്? ജെമ്മെ നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. യെസ്, അതായത് നിങ്ങൾ പബ്ലിക് എക്സാംസിനൊക്കെ പഠിക്കുന്ന സമയത്ത് ജെമ്മെ അതുപോലെ തന്നെ പ്രോട്ടോണിമ എന്നുള്ള ടേംസ് ഒക്കെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതേ കാര്യം തന്നെയാണ് മാർക്കാൻഷ്യ എന്ന് പറയുന്നത്. ആരുമായിട്ടാണ് മാച്ച് ചെയ്യാൻ ഇവിടെ ഉള്ളത്? ജെമ്മെ ആയിട്ട്. അപ്പൊ നമുക്ക് രണ്ടാൾക്കാർ ഓൾറെഡി കിട്ടി. സെലാജിനെല്ല റൂട്ടാണ്, മാർക്കാൻഷ്യ എന്ന് പറയുന്നത് ഏതാണ്? ജെമ്മയാണ്. ദെൻ റൊഡോഫൈസിയ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ളതിൽ ഫ്ലോറിഡിയൻ സ്റ്റാർച്ചും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ലാമിനാരിനും തന്നിട്ടുണ്ട്. ഈ രണ്ട് സാധനങ്ങൾ എന്താന്ന് ഓർമ്മയുണ്ടോ? അതായത് നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ളത് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ്, രണ്ടാമത് തന്നിട്ടുള്ളത് എന്താ? ലാമിനാരിൻ ആണ്. യെസ്, ഇത് രണ്ടും എന്തായിരുന്നു? റിസർവ് ഫുഡ് മെറ്റീരിയൽ ആണ് അല്ലെ. അതായത് ആൽഗയിൽ കാണപ്പെടുന്ന റിസർവ് ഫുഡ് മെറ്റീരിയൽ ആണ് എന്താ? ഈ രണ്ടാൾക്കാർ എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, റൊഡോഫൈസിയയുടെ റിസർവ് ഫുഡ് മെറ്റീരിയൽ ആയിരുന്നോ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് അതോ ലാമിനാരിൻ എന്നുള്ളത്? യെസ്, റൊഡോഫൈസിയയുടെ റിസർവ് ഫുഡ് മെറ്റീരിയൽ ആണ് നമ്മുടെ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഫിയോഫൈസിയയുടെ റിസർവ് മെറ്റീരിയൽ ഏതായിരിക്കും അപ്പോ? യെസ്, ലാമിനാരിൻ. അപ്പൊ കിട്ടിയല്ലോ. അപ്പൊ നമ്മള് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ റൊഡോഫൈസിയ എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ്. വരുന്ന രണ്ട് ഓപ്ഷൻ, അപ്പൊ എയും ബിയും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പം ഐ എന്ന് പറയുന്നത് അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ന് പറയുന്നതിന് മാച്ച് ചെയ്യാം. രണ്ടാമത്തെ ഫിയോഫൈസിയ എന്ന് പറയുന്നത് എസ്, 1 6 2 എസ് വരുന്നുണ്ടോ മക്കളെ? യെസ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഡി ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ബാക്കി കൂടെ കറക്റ്റ് ആണോ നോക്കാം. മൂന്നാമത്തെ സെലാജിനെല്ല പി, യെസ്. ദെൻ 4 എന്ന് പറയുന്നത് ക്യൂ. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കിട്ടിയല്ലോ? യെസ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ആലോചിക്കുക, പ്ലാൻ കിങ്ഡം എന്നുള്ള ചാപ്റ്റർ, അതുപോലെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ മുതൽ പ്ലാൻ കിങ്ഡത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഡൈവേഴ്സിറ്റി പഠിക്കാൻ വിട്ടുപോകരുത്. അതായത് ഫിസിയോളജിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ടാക്സോണമിക്കൽ റീജിയൻസിലേക്ക് ഡൈവേഴ്സിറ്റിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കരുത്. ഇത്തരത്തിലുള്ള മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ആര് വരും? ആ ഒരു റീജിയനിൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ? വളരെ സിമ്പിൾ ആയിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഒരു മോക്ക് ടെസ്റ്റ് പോലെ അതേ ഇന്റർഫേസിൽ ചെയ്തു നോക്കണം. 2017 മുതൽ 2025 വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പല ടെസ്റ്റുകളും ഫ്രീ ആണ്. ആൻഡ് ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ 20 മോക്ക് ടെസ്റ്റ് ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും നമ്മളെ പോലെയുള്ള അലൂമിനൈസും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു 20 മോക്ക് ടെസ്റ്റും ഡീറ്റെയിൽഡ് സൊല്യൂഷനും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഇതുപോലെ എല്ലാ ടെസ്റ്റുകളും പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് ഐസർ ക്രാക്ക് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. Yes. In a hypothetical population, the intrinsic rate of increase is 1 and carrying capacity is 1,500. Assuming logistic growth, at what population size will the population stop growing? നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ തന്നിട്ടുണ്ട്. അതിന്റെ ഇൻട്രൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് എന്ന് പറയുന്നത് 1 ആണ്. അവിടുത്തെ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 1,500 ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഇനി ഒരു ലോജിസ്റ്റിക് ഗ്രോത്ത് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പോപ്പുലേഷൻ സൈസ് എത്ര വരെ ഗ്രോ ചെയ്യും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഇക്വേഷൻസ് ഒന്നും ചിലപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് നിങ്ങൾ ചെറുതായിട്ടൊന്ന് തിങ്ക് ചെയ്താൽ മതി. കാരണം നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനില് നമുക്ക് തന്നിട്ടുള്ള ഒരാളാണ് ആര്? കെ അല്ലെങ്കിൽ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരാളെ, അല്ലെ? അതിന്റെ വാല്യൂ നമുക്ക് തന്നല്ലോ. കെ അല്ലെങ്കിൽ ക്യാരിയിങ് കപ്പാസിറ്റിയുടെ വാല്യൂ എത്രയാണ് ഇവിടെ? കെ അല്ലെങ്കിൽ ക്യാരിയിങ് കപ്പാസിറ്റിയുടെ വാല്യൂ മക്കളെ? യെസ്, ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1,500 ആണ്. അപ്പോ നമുക്ക് പിന്നെ തന്നിട്ടുള്ള അടുത്ത വാല്യൂ കൂടെ എഴുതി വെച്ചേക്കാം. ആർ വീണ്ടും എഴുതണ്ടല്ലോ. ഇന്റൻസിക് ഗ്രോത്ത് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആണ് ആർ എന്ന് പറയുന്നത്. അത് 1 ആണ് തന്നിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചത് എത്ര വരെ ഈ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാം, അറ്റ് വാട്ട് ലെവൽ ദ പോപ്പുലേഷൻ വിൽ ഇൻക്രീസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ, അതായത് കെ എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ ക്യാരിയിങ് കപ്പാസിറ്റി എന്താ നിങ്ങൾക്ക് അറിഞ്ഞു തന്നാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും, അല്ലെ? ക്യാരിയിങ് കപ്പാസിറ്റി എന്താണ്? അതായത് ഇറ്റ് ഇസ് ദ മാക്സിമം വാല്യൂ ഇൻ വിച്ച് എ പോപ്പുലേഷൻ ക്യാൻ ഗ്രോ, അല്ലെ? അതായത് ക്യാരിയിങ് കപ്പാസിറ്റി ആണ് ഒരു മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്.
ഒരു പോപ്പുലേഷന് വളരാൻ പറ്റുന്ന ഒരു മാക്സിമം വാല്യൂ ആണ്. അതായത് കെയുടെ വാല്യൂ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആര് ഗ്രോ ചെയ്യില്ല, നമ്മുടെ പോപ്പുലേഷൻ അവിടെ ഗ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ചോദിച്ചാൽ മാക്സിമം എത്ര വരെ ഗ്രോയിങ് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അതിന്റെ കെ വരെ ആർക്ക് ഉയരാൻ പറ്റും, പോപ്പുലേഷന്റെ സൈസിന് ഉയരാൻ വേണ്ടി പറ്റും. അതായത് n ഇവിടെ ഇസ് ഈക്വൽ ടു കെ ആണ് നമുക്ക് പറയാം. അപ്പൊ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് കെയുടെ വാല്യൂ തന്നെയാണ്. അത് എത്രയാണ്, 1500 ആണ്. മക്കളെ അങ്ങനത്തെ ഒരു ആൻസർ നിങ്ങളുടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ടോ നോക്കിയേ. യെസ്, ഓപ്ഷൻ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ എ തന്നെ എന്താണ്, 1500 ആണ്. അപ്പൊ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ എത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ. യെസ്, അപ്പം ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എ ആണ്. ക്ലിയർ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, കൺസിഡർ ദ ഫോളോയിങ് 4 ലെവൽ ട്രോഫിക് സിസ്റ്റം. അതായത് നമുക്കൊരു ട്രോഫിക് സിസ്റ്റംസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ പൈപ്പർ പ്ലാന്റ് ആണ്, ദെൻ ഹെർബിവോർ ഉണ്ട്, ദെൻ ആന്റ് ഉണ്ട്, ബീറ്റിൽ ഉണ്ട്. What percentage of chemical energy fixed by photosynthesis is available to the beetle? അതായത് ഈ ഒരു ട്രോഫിക് സിസ്റ്റം നമ്മളോട് തന്നിട്ട് ചോദിച്ചിട്ടുള്ളത് എത്ര പെർസെൻറ്റേജ് കെമിക്കൽ എനർജിയാണ് നമുക്ക് ബീറ്റിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ അയ്യോ ബീറ്റിലേക്ക് ഇപ്പൊ എത്ര കിട്ടുക നമുക്ക് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത്. നമ്മൾ പഠിച്ചൊരു കോൺസെപ്റ്റ് ഓർത്ത് വെക്കുക. അതായത് ഓരോ ട്രോഫിക് ലെവലിലേക്കും എത്ര പെർസെൻറ്റേജ് മാത്രമാണ് എനർജി ട്രാൻസ്ഫർ നടക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എത്ര പെർസെൻറ്റേജ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? അതായത് ഓരോ ട്രോഫിക് ലെവൽ, ഇത് ട്രോഫിക് ലെവൽ 1 ആണെന്ന് വിചാരിക്കുക, ഇത് ട്രോഫിക് ലെവൽ 2 ആണെന്ന് വിചാരിക്കുക, ഇത് ട്രോഫിക് ലെവൽ 3 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഓരോ ട്രോഫിക് ലെവലിലേക്കും എത്ര പെർസെൻറ്റേജ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നാ പഠിച്ചിട്ടുള്ളത്. യെസ്, എത്രയാണ്? നമ്മുടെ 10% എനർജി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയതാണ് ബീറ്റിലിന് എത്ര കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്തത് ഇനിയിപ്പോ വേറെ ആർക്കെങ്കിലും എത്ര കിട്ടും എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോഴൊന്നും എന്ത് ചെയ്യരുത്, ഓവറായിട്ട് ചിന്തിക്കാൻ പോവരുത്. ഓരോ ട്രോഫിക് ലെവലിൽ നിന്നും മറ്റൊരു ട്രോഫിക് ലെവലിലേക്ക് 10% ആണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആൻസറിലേക്ക് വരാം. 10% എന്ന് പറയുന്നത് എത്രയാണ്? 0.1 ആണ് അല്ലെ? അപ്പൊ ആൻസർ ഉണ്ടോ നോക്കിയേ. യെസ്, 0.1 ആൻസറിലുണ്ട്. നിങ്ങൾ തെറ്റ് വരുത്താൻ വേണ്ടി 10 വരെ കൊടുത്തിട്ടുണ്ട് മക്കളെ. 10% ആണ്. 10% എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.1 ആണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? പെട്ടെന്ന് കിട്ടിയല്ലോ. ഇക്കോളജി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ്. അടുത്ത് നമുക്ക് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ തന്നിട്ട് അതിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ കാണുന്ന സമയത്ത് അയ്യോ ഗ്രാഫ് ഉണ്ട്, ഇതിനിപ്പോ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചൊന്നും ഇരിക്കണ്ട. കാരണം ക്വസ്റ്റ്യൻ ചിലപ്പോൾ വലുതായിരിക്കും, ആൻസർ എന്തായിരിക്കും, പെട്ടെന്ന് എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എ പിഗ്മെന്റ് ഇൻ എ ന്യൂലി ഡിസ്കവേർഡ് ഫോട്ടോസിന്തറ്റിക് പ്ലാന്റ് സ്പീഷീസ് ഹാസ് എൻ അബ്സോർപ്ഷൻ സ്പെക്ട്രം ആസ് ഷോൺ ഇൻ ദ ഫിഗർ ബിലോ. അതായത് നമുക്കൊരു ഫോട്ടോസിന്തറ്റിക് പ്ലാന്റിന്റെ അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിന്റെ ഗ്രാഫാണ് തന്നിട്ടുള്ളത്. അപ്പൊ ആ ഗ്രാഫില് എക്സ് ആക്സിസിൽ വേവ് ലെങ്ത് കാണാം, വൈ ആക്സിസിൽ നമുക്ക് എന്ത് കാണാം, അതിന്റെ മാക്സിമം അബ്സോർപ്ഷൻ ലെവൽ നമുക്ക് കാണാം അല്ലെ. അപ്പൊ 500 to 600 നാനോമീറ്ററിൽ ഇവിടെ എന്ത് കാണിക്കുന്നുണ്ട്, മാക്സിമം അബ്സോർപ്ഷൻ കാണിക്കുന്നുണ്ട്. മക്കളെ നിങ്ങൾക്ക് ഈ അബ്സോർപ്ഷൻ സ്പെക്ട്രവും അതുപോലെ തന്നെ ആക്ഷൻ സ്പെക്ട്രം എന്താണെന്ന് മനസ്സിലേക്ക് പോടി വരുന്നുണ്ടോ? യെസ്, അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത് ഏത് വേവ് ലെങ്തിലുള്ള ലൈറ്റിനെയാണ് പർട്ടിക്കുലർ ആയിട്ടുള്ള പിഗ്മെന്റ്സ് അബ്സോർബ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്ത്, അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ആക്ഷൻ സ്പെക്ട്രം എന്ന് പറയുമ്പോൾ ഏത് ഇന്റൻസിറ്റിയിലുള്ള വേവ് ലെങ്തിലാണ് എമൗണ്ട് ഓഫ് ഫോട്ടോസിന്തസിസ്, അതായത് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഉള്ളതെന്നാണ്. അതായത് ഫോട്ടോസിന്തസിന്റെ ആക്ഷൻ എവിടെയാണ് കൂടുതലായിട്ടുള്ളത് എന്നുള്ളതാണ് ആക്ഷനിൽ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് അബ്സോർപ്ഷൻ സ്പെക്ട്രം ആണ്. എന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഗ്രാഫാണ് ഇതിന്റെ കറക്റ്റ് ആക്ഷൻ സ്പെക്ട്രം കാണിച്ചു തരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കുക, മാക്സിമം അബ്സോർപ്ഷൻ ഏത് ലെവലാ മക്കളെ? യെസ്, മാക്സിമം അബ്സോർപ്ഷൻ നമുക്ക് ഏത് ലെവലാ തന്നിട്ടുള്ളത്? ആ ഒരു ഗ്രാഫില്, അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിന്റെ ഗ്രാഫില് നമുക്കൊരു 500 to 600 നാനോമീറ്ററിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ മാക്സിമം അബ്സോർപ്ഷൻ തന്നിട്ടുള്ളത്. ഇതിന്റെ ആക്ഷൻ സ്പെക്ട്രം ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ഇത് അബ്സോർപ്ഷൻ സ്പെക്ട്രം ആണ്. ഇനി കാണാൻ പറഞ്ഞിരിക്കുന്നത് ആക്ഷൻ സ്പെക്ട്രം ആണ്. അപ്പം ആക്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നോക്കാം. ആദ്യം ക്വസ്റ്റ്യൻസിലെ ഓരോ ഗ്രാഫ് നോക്കാം. യെസ്, നോക്കിക്കേ. എ എന്ന് പറയുന്ന ഓപ്ഷനിൽ 500 to 600 നാനോമീറ്റർ ഒരു വേവ് ലെങ്തില് അതിന്റെ ആക്ഷൻ എന്താ, ഡൗൺവേർഡ് ആക്ഷൻ, അതായത് വല്ലാണ്ട് ആക്ഷൻ ഒന്നും നടന്നിട്ടില്ല ആ റേഞ്ചിൽ. അപ്പൊ അങ്ങനെയല്ലല്ലോ, ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ നടന്നത്
500 to 600 നാനോമീറ്ററിലാണെങ്കിൽ അതേ നാനോമീറ്ററിൽ തന്നെ ആയിരിക്കില്ലേ മാക്സിമം എന്ത് നടക്കുക, ആക്ഷൻ നടക്കുക ഫോട്ടോസിന്തസിന്റെ. അപ്പൊ അത്തരത്തില് തരുന്ന ഗ്രാഫ് ഏതാ? ഇത് 600 to 700 മാക്സിമം കാണിക്കുന്നത്. അപ്പൊ ബി എന്ന് പറയുന്ന ഗ്രാഫ് അവിടെ എന്താണ്? തെറ്റാണ്. ഇനി സിയിലേക്ക് വരുന്ന സമയത്തോ 600 to 700 അത് ഡൗൺവേർഡ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോൾ കറക്റ്റ് നമ്മൾ ഏകദേശം 500 to 600 എന്ത് കാണിക്കുന്നുണ്ട്? കറക്റ്റ് ആയിട്ട് ആ ഒരു ഫോട്ടോസിന്തസിന്റെ റേറ്റ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇതിൽ തന്നിരിക്കുന്ന ഈ 4 ഗ്രാഫില് നമുക്ക് തന്ന അബ്സോർപ്ഷൻ സ്പെക്ട്രുമായിട്ട് ഒരു മാച്ച് ഉള്ള ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത് ഡി ആണ്. കറക്റ്റ് അല്ലേ? യെസ്. അപ്പൊ അബ്സോർപ്ഷൻ സ്പെക്ട്രം അതുപോലെ തന്നെ ആക്ഷൻ സ്പെക്ട്രം, അതിൽ NCERT നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഓരോ ഗ്രാഫും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം. ക്ലിയർ? സോ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്. Which of the following is mainly responsible for propagation of stomaclans during tissue culture? അതായത് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന ഒരു ഏരിയയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ സോമാക്ലൗൺസിന്റെ പ്രൊപ്പഗേഷന് സഹായിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് മെത്തേഡ് ആണെന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് വൺ മൈറ്റോസിസ് ഫോളോഡ് ബൈ മിയോസിസ് ആണ്. സെക്കൻഡ് വൺ മൈറ്റോസിസ് ആണ്. മിയോസിസ് ഫോളോഡ് ബൈ മൈറ്റോസിസ് ആണ്. മിയോസിസ് ആണ്. നമുക്കറിയാം എന്തായാലും അവിടെ എന്ത് വരില്ല? മിയോസിസ് എന്തായാലും വരില്ല. കാരണം അവിടെ എന്താണ് നടക്കുന്നത്? ടിഷ്യൂ കൾച്ചർ ആണ്. അത് നമ്മൾ ആദ്യം ഒരു എക്സ്പ്ലാന്റ് എടുക്കുന്നു, ആ എക്സ്പ്ലാന്റിന് നമ്മൾ കൾച്ചർ ചെയ്യുന്നു, അതിൽ കാലസ് ഫോം ചെയ്യുന്നു, അതിന് വീണ്ടും ഇങ്ങനെ സെല്ലിന്റെ ഗ്രോത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും അവിടെ എന്ത് നടക്കില്ല? മിയോസിസ് നടക്കില്ല. അപ്പൊ അവിടെ നടക്കാൻ പോസിബിൾ ആയിട്ട് ഒരൊറ്റ കാര്യമുള്ളത് ഇതാണ്, മൈറ്റോസിസ് അല്ലെ? ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. മൈറ്റോസിസ് ആണ് എന്തിൽ നടക്കുന്നത്? ടിഷ്യൂ കൾച്ചറിൽ സോമാക്ലൗൺസിന്റെ പ്രൊപ്പഗേഷനിൽ നടക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഓപ്ഷൻ ബി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രീറ്റ്മെന്റ്സ് cannot break seed dormancy in flowering plants? അപ്പം സീഡ് ഡോർമൻസിയെ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? സീഡ് ഡോർമൻസി എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, സീഡ് ഡോർമൻസി എന്ന് പറഞ്ഞാൽ ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യാതെ ഒരു സ്ലീപ്പിംഗ് സ്റ്റേജിൽ പോകുന്നതിനാണ് സീഡ് ഡോർമൻസി എന്ന് പറയാം. അപ്പൊ ആ സീഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്യാത്തത് ഇതിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് വായിക്കാം. പാസേജ് ഓഫ് സീഡ്സ് ത്രൂ ദ ഡൈജസ്റ്റീവ് ട്രാക്ട് ഓഫ് ആനിമൽസ്. അത് പഠിച്ചിട്ടുണ്ട്. ചില സീഡ്സ് നമ്മൾ ആനിമൽസിന്റെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൂടെ ട്രാവൽ ചെയ്ത് വന്നാൽ അതിന് സീഡ് ജെർമിനേഷൻ പെട്ടെന്ന് നടക്കും എന്നുള്ള കേസ്. അപ്പൊ ഒന്നാമത്തതല്ല എന്ത്? സീഡ് ഡോർമൻസിയെ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത്. ദെൻ ബി എന്ന് പറയുന്നതോ എക്സ്പോസിങ് സീഡ് ടു കോൾഡ് ടെമ്പറേച്ചർ ഫോർ എ സെർട്ടൻ പീരീഡ് ഓഫ് ടൈം. അപ്പൊ ചില സീഡുകൾക്ക് അവർക്ക് ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ നല്ല തണുത്ത ടെമ്പറേച്ചർ ആയിരിക്കും വേണ്ടി വരിക. അപ്പൊ അത്തരത്തിലുള്ള സീഡ്സിന് നമ്മൾ അത്രയും ലോവർ ടെമ്പറേച്ചർ കൊടുത്താൽ അത് സീഡ് ജെർമിനേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ അതുമല്ല എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ജെന്റിൽ അബ്രേഷൻ ഓഫ് സീഡ് കോഡ് ബൈ റബ്ബിംഗ് സീഡ്സ് യൂസിങ് സാൻഡ് പേപ്പർ. അതായത് നല്ല കട്ടിയുള്ള സീഡ് കോഡൊക്കെ ആണെങ്കിൽ അത് ബ്രേക്ക് ചെയ്തിട്ട് ജെർമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? സാൻഡ് പേപ്പർ ഒക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു സീഡ് കോട്ടിനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതിലേക്ക് ലീഡ് ചെയ്യും? സീഡിന്റെ ജെർമിനേഷനിലേക്ക് ലീഡ് ചെയ്യും. അപ്പൊ അതല്ല. അപ്പൊ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ എ അല്ല, ബി അല്ല, സി അല്ല. ഇനി ഡി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്താ നോക്കാം. ട്രീറ്റിംഗ് സീഡ്സ് വിത്ത് പ്ലാന്റ് ഹോർമോൺ അബ്സസിക് ആസിഡ്. അപ്പൊ നാലാമത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള സീഡ് ഡോർമൻസിയിൽ ഇരിക്കുന്ന ഒരു സീഡിനെ എടുത്തിട്ട് നമ്മൾ നേരെ ആരായിട്ട് ട്രീറ്റ് ചെയ്യുക? അബ്സസിക് ആസിഡിനായിട്ട് ട്രീറ്റ് ചെയ്യുക. അങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സീഡ് വീണ്ടും ഉറങ്ങും. കാരണം എന്താ? അബ്സസിക് ആസിഡ് എന്ന് പറഞ്ഞാൽ which promote the seed dormancy. അതായത് സീഡ് ഡോർമൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺ ആണ് ആര്? നമ്മുടെ അബ്സസിക് ആസിഡ്. അപ്പം നാലാമത്തെ കാര്യം ചെയ്താൽ നമുക്ക് സീഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ മൂന്ന് കാര്യങ്ങളാണ്. അതായത് ആനിമലിന്റെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൂടെ പോയാൽ സീഡ് ജെർമിനേറ്റ് ചെയ്യും, നമ്മൾ തണുത്തൊരു കാലാവസ്ഥ കൊടുത്താൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൊടുത്താൽ ജെർമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ സാൻഡ് പേപ്പർ വെച്ച് റബ്ബ് ചെയ്താൽ ജെർമിനേറ്റ് ചെയ്യും. പക്ഷെ അബ്സസിക് ആസിഡിൽ ഇട്ടാൽ ആര് ജെർമിനേറ്റ് ചെയ്യില്ല? സീഡ് ജെർമിനേറ്റ് ചെയ്യത്തില്ല. ക്ലിയർ അല്ലേ? ഓക്കെ. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. So moving to the next question. Yes. Which of the following correctly represent the number of sister chromatids, centromeres and chromosome arm of a metacentric during mitotic prophase? അതായത് താഴെ തന്നിരിക്കുന്നതിൽ മൈറ്റോട്ടിക് പ്രോഫേസിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് സിസ്റ്റർ ക്രോമാറ്റിഡ്സ്, സെൻട്രോമിയർ, അതുപോലെ തന്നെ ക്രോമസോം ആംസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക്
അതൊന്ന് പിക്ചോറിക്കൽ അല്ലെങ്കിൽ ഒരു ഡയഗ്രാം വെച്ച് നമുക്ക് പറയാം. യെസ്, നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ചോദിച്ചിട്ടുള്ള എന്താ, ഈ മൈറ്റോട്ടിക് പ്രോഫേസിൽ എത്രമാത്രം ക്രോമസോംസ് ഉണ്ടാവും, അതായത് ക്രോമസോംസിൽ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് എത്രയാണ്, എത്ര സെൻട്രോമിയർ ഉണ്ടാവും, എത്ര ക്രോമസോം ആംസ് ഉണ്ടാവും, ഈ 3 കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പ്രോഫേസിലേക്ക് എത്തുന്നതിന് മുൻപ് അവിടെ ഒരു എസ് ഫേസ് ഉണ്ട് എന്നുള്ള കാര്യം വിട്ടുപോകരുതേ. കാരണം എസ് ഫേസിൽ എന്ത് നടക്കുന്നുണ്ട്? റെപ്ലിക്കേഷൻസ് നടക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇതാണ് നമ്മൾ അതായത് എസ് ഫേസിൽ റെപ്ലിക്കേഷന് മുൻപേ ഉള്ള ഒരു പിക്ചറാണ് വരച്ചിട്ടുള്ളത് ഒരു ക്രോമസോമിന്റെ. അപ്പൊ അത് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതായത് റെപ്ലിക്കേഷൻ എന്നുള്ള പ്രോസസ്സ് അണ്ടർഗോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫലമായിട്ട്, കളറൊന്ന് മാറ്റിയേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. അപ്പം റെപ്ലിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, റെപ്ലിക്കേഷൻ അണ്ടർഗോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന മാറ്റം എന്താ നിങ്ങൾ തന്നെ പറയൂ. യെസ്, അപ്പൊ ഇത് നമ്മുടെ എസ് ഫേസിൽ റെപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോഫേസ് മൈറ്റോസിസിലേക്ക് കയറി കഴിയുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രക്ചറാണ്. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു റീജിയൻ ആണ് നമ്മുടെ സെൻട്രോമിയർ എന്ന് പറയുന്നത് അല്ലേ. അതായത് ഈ ഒരു ക്രോമസോമിന് ഒരു സെൻട്രോമിയർ ഉണ്ട്, ഈ ഒരു ക്രോമസോമിന് ഒരു സെൻട്രോമിയർ ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര സെൻട്രോമിയർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്? നമുക്ക് സെൻട്രോമിയറിന്റെ എണ്ണം എഴുതാം. 2 സെൻട്രോമിയർ ഉണ്ട് അല്ലേ. കാണുന്നുണ്ടോ 2 സെൻട്രോമിയർ? യെസ്, 2 സെൻട്രോമിയർ ഉണ്ട്. ഇനി എത്ര സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഉണ്ട്? ഇതിൽ എന്താണ് സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് എന്ന് അറിയോ? യെസ്, ഈ 2 പേരും, അതായത് ഈ ഒരു 1, 2 ഇത് ഒരു സിസ്റ്റർ ക്രൊമാറ്റിഡ് ആണ്. അതേപോലെ തന്നെ ഇവരും എന്താണ്? സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആണ്. അപ്പൊ നോക്കുന്ന സമയത്ത് എത്ര സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഉണ്ട്? നമുക്ക് 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് കാണുന്നില്ലേ? യെസ്, 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് നിങ്ങൾക്ക് കാണാം. ദെൻ ഇനി നമ്മുടെ എത്ര ക്രോമസോം ആം ഉണ്ട് എന്നാ ചോദിച്ചേ. ഇതൊരു ക്രോമസോം ആമാണ്, ഇത് 2ാമത്തെ ക്രോമസോം ആം, ഇത് വേറെ കളർ എടുക്കാം കേട്ടോ, ഇത് 3ാമത്തെ ക്രോമസോം ആം, ഇത് 4ാമത്തെ ക്രോമസോം ആം. അപ്പൊ എത്ര ക്രോമസോം ആംസ് കാണാൻ പറ്റും? 4 ക്രോമസോം ആംസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പൊ ഇതാണ് നമുക്ക് മൈറ്റോസിസിലെ പ്രോഫേസിൽ വരുന്ന മെറ്റാസെൻട്രിക് ക്രോമസോംസ്. നിങ്ങൾക്ക് തോന്നും ഞാൻ എന്താ കറക്റ്റ് സെൻട്രലിൽ തന്നെ സെൻട്രോമിയർ വരച്ചെന്ന്. കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മെറ്റാസെൻട്രിക് ആയിട്ടുള്ള ക്രോമസോംസ്. മെറ്റാസെൻട്രിക് ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ സെന്ററിലായിരിക്കും എന്തുണ്ടായിരിക്കുക? നമ്മുടെ സെൻട്രോമിയർ സിറ്റുവേറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് കറക്റ്റ് ഓപ്ഷനിൽ ഇത് വരുന്നുണ്ടോ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒന്നുകൂടെ നോക്കിയാലോ. യെസ്, നമ്മുടെ ആൻസർ എന്താ? 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്, 2 സെൻട്രോമിയേഴ്സ്, 4 ക്രോമസോം ആംസ്. സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? സോ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു വർഷം വന്ന ബയോളജിയിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ 2022 ഒറിജിനൽ പേപ്പറിൽ വന്ന എല്ലാ ബയോളജി ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ട് ഇതിന്റെ ഒരു ഇൻസൈറ്റുകൾ, ഇതിന്റെ ഒരു ടേക്ക് അവേ മെസ്സേജ് എന്താ എന്നുള്ളത്, അതിന്റെ ഒരു അനാലിസിസ് പാർട്ടും കൂടെ ഞാൻ പറയാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മാത്തമാറ്റിക്കൽ ഇക്കോളജി ആയിട്ടുള്ള പാർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഗ്രോത്ത് ഫോർമുലാസ്, എനർജി ട്രാൻസ്ഫർ പെർസെൻറ്റേജ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് കാണാവുന്ന ചോദ്യമാണ്. സോ ഇക്കോളജി നിങ്ങൾ പഠിക്കുമ്പം ഇതുപോലെ ഫോർമുല ബേസ്ഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് സോൾവ് ചെയ്ത് പഠിക്കുക. അപ്പൊ ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മളുടെ മോക്ക് ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കുക തന്നെ ചെയ്യുക. ഇനി വിഷ്വൽ ഇന്റർപ്രിട്ടേഷൻസ് ആണ് രണ്ടാമതായിട്ട് വന്ന കീ ആയിട്ടുള്ള പോയിന്റ്. അപ്പൊ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ്, നമുക്ക് ഗ്രാഫ് കാണാം, ഫോട്ടോസിന്തസിസിലൊക്കെ ഗ്രാഫ് കാണാൻ പറ്റും, ഡയഗ്രാംസ് കാണാൻ പറ്റും, പെഡിഗ്രി ചാർട്ടുകൾ കാണാൻ പറ്റും. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നമ്മളുടെ മെൻസ്ട്രൽ സൈക്കിളിൽ വന്ന് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, അതിന്റെയൊക്കെ അളവ് മനസ്സിലാക്കാൻ, അതിന്റെ ഗ്രാഫുകൾ മനസ്സിലാക്കാൻ. സോ വിഷ്വൽ ഇന്റർപ്രിട്ടേഷൻസ് എന്ന് പറയുന്നത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം വിഷ്വൽ ഇന്റർപ്രിട്ടേഷൻസ് ഡിമാൻഡ് ചെയ്യുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്തു നോക്കുക, സ്വയം ചെയ്തു നോക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ സൊല്യൂഷൻസ് അതിനെ കുറിച്ച്
കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ വിഷ്വൽ ഇന്റർപ്രിട്ടേഷൻസ് ഡിമാൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും ആൻഡ് ഐസർ കമ്മ്യൂണിറ്റി, നമുക്ക് അറിയാലോ, നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട് അല്ലെ, അതിൽ ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, ഐസർ അലൂമിനൈസ് ഉണ്ട്, ഞാൻ അടങ്ങുന്ന ഐസർ അലൂമിനൈ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ ഉള്ള ആളുകൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്തെടുത്ത് മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസിൽ ഈ വിഷ്വൽ ഇന്റർപ്രിട്ടേഷൻസ് ഡിമാൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ മോക്ക് ടെസ്റ്റ് 20 മോക്ക് ടെസ്റ്റും നിങ്ങൾ കംപ്ലീറ്റ്ലി ഇരുന്ന് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഈ ടെക്നിക് ഓറിയന്റഡ് ആയിട്ടുള്ള ബയോടെക്നോളജി എന്നുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് കാണാൻ പറ്റും. അതായത് പ്ലാസ്മിഡ് വെക്ടർ, ജെനറ്റിക് എഞ്ചിനീയറിംഗിലൊക്കെ വരുന്ന കോർ ടെക്നിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വർഷം ചോദിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യവുമായിരുന്നു ഇൻഫാക്ട്. അപ്പം നമ്മളെ ഫുൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു, അതിന്റെ ഒരു അനാലിസിസ് നമ്മൾ നടത്തി. ഇനി നിങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് 2017 തൊട്ട് 25 വരെയുള്ള എല്ലാ പേപ്പേഴ്സും നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. അതിന്റെ സൊല്യൂഷൻസ് യൂട്യൂബിൽ ആദ്യമായിട്ട് നമ്മളുടെ ക്രിസ്പർ ലേണിംഗ് എന്ന് പറഞ്ഞ ചാനലിൽ മലയാളത്തിൽ തന്നെ, നമ്മുടെ മലയാളം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ മലയാളത്തിൽ തന്നെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക, ഈ വീഡിയോ കംപ്ലീറ്റ് കാണുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കമന്റ് ചെയ്യുക. അത് നമ്മളുടെ യൂട്യൂബിനെ ഈ ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്യാനും കൂടുതൽ ഐസർ ആസ്പിറൻസിലേക്ക്, മലയാളം കമ്മ്യൂണിറ്റിയിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് എത്തിക്കാനും സാധിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇനി ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ കാണിക്കുക. സോ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.